നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് KSRTC ഡ്രൈവർ യദു നൽകിയ ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. എന്താണ് കോടതി വിധി എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പോലീസിൽ പരാതി നൽകിയിരുന്നു, എന്നിട്ടും കേസെടുത്തില്ല. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു യദു കോടതിയെ സമീപിച്ചത്. ആര്യ രാജേന്ദ്രൻ, സച്ചിൻ ദേവ്, വാഹനത്തിലുണ്ടായിരുന്ന മറ്റു 3 പേർക്കെതിരെയാണ് പരാതി. മാത്രമല്ല, മെമ്മറി കാർഡ് കാണാതായ ആ ഒരു സംഭവം വളരെ ഗൗരവകരമായിട്ട് തന്നെ അതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ജീവനക്കാരുടെ മൊഴിയെടുക്കും. വിശദമായി തന്നെ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷിക്കും. കേസ് ഇന്ന് പരിഗണിക്കുമ്പോൾ സമാന സ്വഭാവമുള്ള ഹർജിയിൽ കഴിഞ്ഞ ദിവസം എടുത്ത കേസിൽ അന്വേഷണം നടത്തുന്ന കാര്യം സർക്കാർ കോടതിയെ അറിയിക്കും. തിരുവനന്തപുരം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ഹർജി പരിഗണിക്കുന്നത്. അതേസമയം ബസ്സിലെ CCTVയുടെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. പാപ്പനംകോടുള്ള KSRTC വർക്ക്ഷോപ്പിൽ വെച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. അവിടെ നിന്നുള്ള രേഖകൾ പോലീസ് ശേഖരിച്ചു. അതിനിടെ ബസ്സിലെ CCTV ക്യാമറയിലെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിലും പോലീസ് അന്വേഷണം യദുവിലേക്ക് നീങ്ങുന്നുവെന്നാണ് സൂചന. തർക്കം നടന്നതിന് പിറ്റേ ദിവസം പകൽ തമ്പാനൂർ ഡിപ്പോയിൽ പാർക്ക് ചെയ്തിരുന്ന ബസ്സിന് സമീപം യദു എത്തിയെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ബസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചവരെ കുറിച്ചോ അതിനുശേഷം ബസ്സിൽ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചോ അന്വേഷിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് യദുവിന്റെ ഫോൺ വിളി, അതിന്റെ വിവരങ്ങളും വിശദാംശങ്ങളും ഒക്കെ പരിശോധിക്കും. മെമ്മറി കാർഡ് ബസ്സിലിട്ടത് എന്നാണ് എന്ന വിവരം പോലീസ് KSRTCയോട് തേടിയിട്ടുണ്ട്. എന്നാൽ ഇതിന് KSRTC മറുപടി കൊടുത്തോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. മെമ്മറി കാർഡ് കാണാതായതിൽ കണ്ടക്ടറെ സംശയമുണ്ട് എന്നാണ് ഡ്രൈവർ യദു പറയുന്നത്. കണ്ടക്ടർ DYFI പ്രവർത്തകനാണ് എന്നും അവൻ മുന്നിലാണ് ഇരുന്നതെന്നും MLA ബസ്സിൽ കയറിയപ്പോൾ സഖാവെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കൊടുക്കുകയായിരുന്നുവെന്നും എന്നിട്ട് ബാക്കിലാണ് ഇരുന്നതെന്ന് കള്ളം പറയുകയായിരുന്നുവെന്നും യദു പറഞ്ഞിരുന്നു. കണ്ടക്ടർ പാർട്ടിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇടപെടൽ സംശയിക്കുന്നുവെന്നും അവന് പാർട്ടി ഭാഗത്തു നിന്ന് സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെന്ന് കരുതുന്നതായും യദു പറഞ്ഞിട്ടുണ്ട്. പോലീസ് മടിച്ചു നിന്നപ്പോൾ കോടതി ഇടപെട്ടതോടെയാണ് മേയർക്കും സച്ചിൻ ദേവ് MLAയ്ക്കും ഒപ്പമുണ്ടായിരുന്നവർക്കുമെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. ജാമ്യം കിട്ടാവുന്ന ദുർബല വകുപ്പുകളാണ് ചുമത്തിയത്. ഈ കേസിൽ പ്രതിയാക്കപ്പെട്ട മേയർ അടക്കം 5 പേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. സംഘം ചേർന്ന് മാർഗതടസ്സമുണ്ടാക്കിയെന്നാണ് കേസ്. മേയറുടെ സംഘവും KSRTC ബസിന്റെ സർവീസ് തടസ്സപ്പെടുത്തിയിരുന്ന പോലീസിന്റെ വാദവും കേസെടുക്കേണ്ടി വന്നതോടെ പൊളിഞ്ഞിരിക്കുകയാണ്. ബസ്സിനുള്ളിലേക്ക് സച്ചിൻ കയറി യാത്രക്കാരെ ഇറക്കി വിട്ടുവെന്നും യദുവിന്റെ പരാതിയിലുണ്ട്. ഈ പരാതി ഇന്ന് കോടതി പരിഗണിക്കും. എന്തായാലും എന്താണ് ഇന്ന് കോടതി കേസ് പരിഗണിക്കുമ്പോൾ കോടതി എന്ത് നടപടിയാണ് എടുക്കുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.